ഇന്നലെ ഒന്ന് പതുങ്ങിയെങ്കിലും പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ പിന്തുണയോടുകൂടി മന്ത്രിമാരൊക്കെ വളരെ ഉഷാറായി രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. സ്ഥിതിഗതികളൊക്കെ തന്നെ വഷളാകാനുള്ള എല്ലാവിധ സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ രണ്ടും കൽപ്പിച്ച് മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് അവസാനമല്ല എന്നുള്ള വ്യക്തമായ സന്ദേശം കൊടുക്കുന്നു. ഈ സാഹചര്യത്തിൽ കശ്മീർ അതിർത്തി കടന്നുകൊണ്ട് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഒരു വെടിക്കെട്ട് ആക്രമണമാണ് ലാഹോറിൽ സംഭവിച്ചിരിക്കുന്നത്. അജിത് ഡോവലിന്റെ മാസ്റ്റർ ബ്രെയിനിൽ പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ റഡാറുകളെ ഒക്കെ തന്നെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും സംഭവിച്ചേക്കാവുന്ന ആക്രമണങ്ങൾ നേരിടാനുള്ള സർവ്വ സൈന്യ സന്നാഹങ്ങൾ തന്നെയാണ് ഇന്ത്യ ഒരുക്കിയിരിക്കുന്നത്. കര, നാവിക, വ്യോമസേനകൾ പ്രതിരോധം അതിശക്തമാക്കി മുന്നോട്ട് പോകുന്നു. നാവികസേന അറബിക്കടലിൽ യുദ്ധക്കപ്പലുകൾ അടക്കം വിന്യസിച്ചു കഴിഞ്ഞു. അതിർത്തിയിലെ കരസേനാ യൂണിറ്റുകളും ഏത് തരത്തിലുള്ള അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ തയ്യാറെടുത്തിരിക്കുന്നു. വ്യോമസേനാ യുദ്ധവിമാനങ്ങളും അതിർത്തിയിൽ വ്യോമ പെട്രോളിംഗ് നടത്തിപ്പോരുന്നു. ഇതിനിടയിലാണ് ഓപ്പറേഷൻ സിന്ദൂറിന് തിരിച്ചടി നൽകാനുള്ള പാകിസ്ഥാന്റെ സൈനിക നീക്കത്തെ ഇന്ത്യ ഫലപ്രദമായി തന്നെ പരാജയപ്പെടുത്തിയെന്നും അതിശക്തമായൊരു തിരിച്ചടി നൽകിയെന്നുമുള്ള വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രിയും അതുപോലെ ഇന്ന് പുലർച്ചെയുമായി രാജ്യത്തിന്റെ വടക്കൻ പടിഞ്ഞാറൻ മേഖലകളിലൊക്കെ തന്നെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാൻ സൈനിക നീക്കം നടത്തിയിരുന്നു. ഇതുവരെയും ഇന്ത്യ പാകിസ്ഥാൻ സൈന്യത്തെ തൊട്ടിട്ടില്ല, പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളെ ആക്രമിച്ചിട്ടില്ല. എന്നാൽ ഇത്തവണ ഇന്ത്യൻ ആർമിക്ക് നേരെ തന്നെ പാകിസ്ഥാൻ സൈന്യം ഒരാക്രമണം നടത്താൻ ശ്രമിച്ചു. ഈ ആക്രമണ ശ്രമത്തെ ഇന്ത്യ ശക്തമായി തന്നെ ചെറുത്തുനിന്ന് തോൽപ്പിച്ചു. ഇതിന്റെ വിശദാംശങ്ങളാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രസ്താവനയായി വാർത്താക്കുറിപ്പായി പുറത്തിറക്കിയിരിക്കുന്നത്. തിരിച്ചടിക്കാനായി പാകിസ്ഥാൻ ലാഹോറിൽ വലിയൊരു പടയൊരുക്കമാണ് നടത്തിയത്. രാജ്യാന്തര മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇന്ത്യയുടെ സൈനിക സാഹസികതയ്ക്ക് മുന്നിൽ വേഗത്തിൽ മറുപടി പറയുമെന്നാണ് പാകിസ്ഥാന്റെ ആർമി ചീഫ് ജനറലായിട്ടുള്ള അസിം മുനീർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഉണ്ടായ നാശനഷ്ടങ്ങൾക്ക് പാകിസ്ഥാൻ ഒരു തരത്തിലും തിരിച്ചടിക്കാതിരിക്കാൻ കഴിയില്ല. പാകിസ്ഥാൻ സൈന്യത്തിന് തന്നെ വലിയ സമ്മർദ്ദമുണ്ടെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പാകിസ്ഥാന്റെ ആക്രമണ ശ്രമത്തിന് തിരിച്ചടിയായി ലാഹോറിലടക്കം പല ഇടങ്ങളിലായി പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ റഡാറുകളാണ് ഇന്ത്യൻ സൈന്യം തകർത്തിരിക്കുന്നത്. ശ്രീനഗർ, പത്താൻകോട്ട്, അമൃത്സർ, ലുധിയാന, ചണ്ഡീഗഡ് എന്നിവിടങ്ങളിലായി ആക്രമണം നടത്താനാണ് പാകിസ്ഥാൻ വ്യോമസേന മുതിർന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇതിനെ ഫലപ്രദമായി തകർക്കുകയും പാകിസ്ഥാന്റെ റഡാറുകളെ തന്നെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്ത നീക്കത്തെ തന്നെയാണ് ഇവരും ഇപ്പോൾ അമ്പരപ്പോടുകൂടി നോക്കിക്കാണുന്നത്. പാകിസ്ഥാൻ ഡ്രോണുകളും മിസൈലുകളും പ്രയോഗിച്ചുള്ള ആക്രമണം നടത്തിയപ്പോഴാണ് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇതൊക്കെ നിർവീര്യമാക്കിയത്. ഇന്ത്യൻ സായുധസേന പാകിസ്ഥാനിലെ നിരവധി സ്ഥലങ്ങളിൽ വ്യോമ പ്രതിരോധ റഡാറുകളെ തകർത്തെറിഞ്ഞുവെന്നും പ്രതിരോധ മന്ത്രാലയം തന്നെ പറയുന്നു. പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളെ അല്ല നിലവിൽ നാം ലക്ഷ്യമിട്ടിരിക്കുന്നത്, ഭീകരരുടെ കേന്ദ്രങ്ങളായിരുന്നു. അത് ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. ഭീകരരെ തൊട്ടാൽ പൊള്ളുന്ന രാജ്യമായി പാകിസ്ഥാൻ മാറുമ്പോൾ ഭീകരരും പാകിസ്ഥാനിലെ സൈനികരും തമ്മിൽ എന്ത് വ്യത്യാസമെന്നാണ് ഈ അവസരത്തിൽ ഏവരും ചോദിക്കുന്നത്. എന്നാൽ ഇതിനിടയിൽ പാകിസ്ഥാന്റെ സൈനിക വിമാനങ്ങൾ പഞ്ചാബ് അതിർത്തി വരെ എത്തി എന്നുള്ള വാർത്ത ലഭ്യമാകുന്നു. എന്നാൽ അതിർത്തി വരെ എത്തി അവ തിരിച്ചുപോയെന്നും റിപ്പോർട്ട് ലഭിക്കുന്നു. അതിർത്തി കടക്കാനുള്ള ധൈര്യം ഒരുപക്ഷെ പാകിസ്ഥാൻ സൈനികർക്കും പാകിസ്ഥാൻ വിമാനങ്ങൾക്കും ഉണ്ടായില്ല എന്നാണ് പലരും പരിഹസിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് പുറകെ തന്നെ പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യാന്തര ഭീകര സംഘടനയായ അൽ ഖ്വയ്ദ രംഗത്ത് വന്നതും ഏറെ ശ്രദ്ധേയമായൊരു വിഷയമാണ്. ഓപ്പറേഷൻ സിന്ദൂറിനെ അപലപിച്ചും ഇന്ത്യക്കെതിരെ ജിഹാദിന് ആഹ്വാനം ചെയ്തുകൊണ്ടുമുള്ള അൽ ഖ്വയ്ദയുടെ പ്രസ്താവനയാണ് ഏവരും ശ്രദ്ധിക്കുന്നത്. പാകിസ്ഥാന് മേൽ ഇന്ത്യ വലിയ കടന്നാക്രമണം നടത്തിയെന്നും അതിന് തിരിച്ചടി നൽകണമെന്നും ജിഹാദ് നടത്തണമെന്നുമാണ് പ്രസ്താവനയിലൂടെ അൽ ഖ്വയ്ദ ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന പേരിൽ പ്രസ്താവന പുറത്തിറക്കിയത്. ഇന്ത്യക്കെതിരായ യുദ്ധത്തിൽ ഒന്നിക്കണമെന്നും പ്രസ്താവനയിലൂടെ പറയുന്നു. ഭഗ്വ ഭരണകൂടമെന്നാണ് ഇന്ത്യയിലെ സർക്കാരിനെ പ്രസ്താവനയിൽ വിശേഷിപ്പിക്കുന്നത്. പാകിസ്ഥാൻ മണ്ണിൽ ഇന്ത്യൻ ആക്രമണം എന്ന തലക്കെട്ടോടെയാണ് പ്രസ്താവന പ്രചരിക്കുന്നത്. വിഷയത്തിന് പിന്നിൽ സംഘടിതമായൊരു നീക്കം നടക്കുന്നുവെന്നാണ് ഇന്ത്യൻ സംവിധാനം അനുമാനിക്കുന്നത്. പലയിടത്തായി ചിതറിക്കിടക്കുന്ന തീവ്രവാദ സംഘടനകളെയും തീവ്രവാദികളെയും ഒക്കെ തന്നെ ഒന്നിപ്പിച്ച് ഒറ്റക്കെട്ടായി നിർത്താനുള്ള ഒരു ലക്ഷ്യം ഇതിനു പിന്നിൽ അൽ ഖ്വയ്ദയ്ക്കുണ്ട് എന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം സംശയിക്കുന്നത്. ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തയ്യബ ഉൾപ്പെടെ 9 ഭീകര കേന്ദ്രങ്ങൾ കഴിഞ്ഞ ദിവസം തകർന്നടിഞ്ഞിരുന്നു. പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഒരു കേന്ദ്രത്തെ പോലും ആക്രമിച്ചിട്ടില്ല. ലക്ഷ്യം തിരഞ്ഞെടുക്കുന്നതിലും ആക്രമണം നടത്തുന്നതിലും ഒക്കെ തന്നെ വലിയ സംയമനം പാലിച്ചു തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് പോയത്. പാക് അധീന കശ്മീരിലടക്കം 24ഓളം ക്യാമ്പുകൾ തന്നെയാണ് ഇന്ത്യ തകർത്തത്. എന്നാൽ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളെ തിരിച്ചാക്രമിക്കാനാണ് പാകിസ്ഥാൻ മുതിർന്നത്. ഇന്ത്യക്കുള്ളിൽ, ഇന്ത്യയുടെ മണ്ണിൽ നിന്നും ഒരു ഭീകര കേന്ദ്രത്തെ പോലും ചൂണ്ടിക്കാണിക്കാൻ പാകിസ്ഥാന് സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
ഇന്ത്യക്കെതിരെ ആണവായുധ ആക്രമണ ഭീഷണിയുമായി ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി രംഗത്ത് വരുന്നതും ഏറെ പരിഹാസ രൂപേണയാണ് ഏവരും നോക്കിക്കാണുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും ഇന്ത്യയുമായി ആണവായുധം പൊട്ടിപ്പുറപ്പെടാം, ആണവയുദ്ധം പൊട്ടിപ്പുറപ്പെടാമെന്നാണ് ഖ്വാജ ആസിഫ് പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാനിലെ തന്നെ TV ചാനലായ ജിയോ ന്യൂസിനോട് സംസാരിക്കുമ്പോഴാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇത് രക്തച്ചൊരിച്ചിലുണ്ടാക്കുമെന്ന ആശങ്ക വർദ്ധിപ്പിക്കുകയാണെന്നും ഖ്വാജ ആസിഫ് തന്നെ പറഞ്ഞു. ഇന്ത്യ മേഖലയിൽ യുദ്ധം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി കുറ്റപ്പെടുത്തുകയുണ്ടായി. ഇന്ത്യ നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് തയ്യാറായി കഴിഞ്ഞാൽ ആണവായുധം പ്രയോഗിക്കുമെന്നാണ് ഖ്വാജ ആസിഫിന്റെ ഭീഷണിയും. സ്ഥിതിഗതികളൊക്കെ കൂടുതൽ വഷളാവുകയും ഇരുപക്ഷവും ആണവായുധം പ്രയോഗിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അത് തങ്ങൾക്കല്ല, മറിച്ച് ഇന്ത്യക്കായിരിക്കുമെന്നും പാകിസ്ഥാൻ പറയുന്നു. യാതൊരുവിധ പ്രകോപനവുമില്ലാതെ ആണവായുധം പ്രയോഗിക്കുമെന്നും യുദ്ധം പൊട്ടിപ്പുറപ്പെടുമെന്നും പാകിസ്ഥാൻ വെല്ലുവിളിക്കുമ്പോൾ ഇതിന്റെ സകലമാന ഉത്തരവാദിത്വവും ഇന്ത്യയുടെ തലയിൽ വെച്ച് കെട്ടി രക്ഷപ്പെടാനാണ് പാക് പ്രതിരോധ മന്ത്രി ശ്രമിക്കുന്നത്. എന്നാൽ കണ്ണിൽ പൊടിയിടുന്ന നീക്കത്തെ വളരെ ശക്തമായി തന്നെയാണ് ഇന്ത്യ എതിർക്കുന്നത്. കശ്മീരിലെ പഹൽഗാമിൽ പാക് തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ നൽകിയ അതിശക്തമായ തിരിച്ചടിയുടെ സാഹചര്യത്തിൽ തന്നെയാണ് പ്രതിരോധ മന്ത്രിയുടെ വിമർശനവും ഇപ്പോൾ കേൾക്കാനിടയായത്. ഇക്കാര്യത്തിൽ പാകിസ്ഥാൻ പ്രതികരിച്ചാൽ നമ്മളും പ്രതികരിക്കുമെന്നാണ് ഇന്ത്യ നിലപാട് സ്വീകരിച്ചത്. ഇത് വളരെ പ്രധാനപ്പെട്ട വിദേശ രാജ്യങ്ങളുടെ പ്രതിനിധികളെ കേന്ദ്ര സർക്കാർ കൃത്യമായി ബോധിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് തിരിച്ചടി നൽകുമെന്ന പാകിസ്ഥാന്റെ പ്രഖ്യാപനത്തിന് പിറകെയാണ് ഡൽഹിയിലെ സ്ഥാനപതിമാരെ വിളിച്ച് കേന്ദ്ര സർക്കാർ ഇക്കാര്യം കൃത്യമായി അറിയിച്ചത്. ഇന്ത്യ നടത്തിയ മിസൈൽ ആക്രമണത്തിന് മറുപടി നൽകാൻ തങ്ങൾക്ക് ഒരു രാത്രി മതിയെന്നാണ് പാകിസ്ഥാൻ വീരവാദം മുഴക്കിയത് പോലും. എന്നാൽ ഒരു രാത്രി പിന്നിട്ടിട്ട് പോലും പാകിസ്ഥാൻ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. മറിച്ച് പാകിസ്ഥാനുള്ളിൽ തന്നെ ശക്തമായ രീതിയിൽ ആക്രമണം നടത്തുകയാണ് BLAയും. മറുഭാഗത്ത് ഇന്ത്യയെ നോക്കി തിരിഞ്ഞപ്പോൾ തന്നെ റഡാറുകളടക്കം അടിച്ചു തെറിപ്പിച്ചൊരു വാർത്തയാണ് നമുക്ക് കേൾക്കാനായി സാധിക്കുന്നത്. അതിനിടയിൽ തന്നെ ഇന്ത്യയുടെ ആണവായുധ ശേഖരം കൈകാര്യം ചെയ്യുന്ന ട്രൈ സർവീസ് സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിനും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഏത് തരത്തിലുള്ള പ്രത്യാക്രമണത്തിനും ശക്തമായ തിരിച്ചടി നൽകാനാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ തീരുമാനം. 380 കിലോമീറ്റർ ദൂരപരിധിയിൽ തിരിച്ചടി കൊടുക്കാൻ കഴിയുന്ന ബോംബറുകൾ, യുദ്ധവിമാനങ്ങൾ, മിസൈലുകളൊക്കെ കണ്ടെത്തി നശിപ്പിക്കാൻ കഴിയുന്ന റഷ്യൻ നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനമായിട്ടുള്ള S-400 സർഫസ് ടു എയർ മിസൈൽ പ്രതിരോധ സംവിധാനം, ഇസ്രായേൽ നിർമ്മിത ബരാക് 8 മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സംവിധാനം, അതായത് 70 കിലോമീറ്റർ ദൂരപരിധിയുള്ളത്. ഒപ്പം തന്നെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനം എന്ന് പറയുന്നത് 25 കിലോമീറ്റർ ദൂരപരിധിയുള്ളത്. ഒപ്പം 15 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഇസ്രായേൽ നിർമ്മിത ലോ ലെവൽ സ്പൈഡർ ക്വിക്ക് റിയാക്ഷൻ ആന്റി എയർക്രാഫ്റ്റ് മിസൈലുകൾ എന്നിവയാണ് അതിർത്തി മേഖലയിൽ ഇന്ത്യ നിലവിൽ വിന്യസിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിർത്തി കടന്നുകൊണ്ട് പാകിസ്ഥാന്റെ മിസൈലുകൾ പോയിട്ട് ഒരു ഈച്ച പോലും കടന്നു വരില്ല എന്നുള്ള പഴുതടച്ച സുരക്ഷയാണ് ഇന്ത്യ ഒരുക്കിയിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട 100ഓളം ഭീകരർ കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് രാജ്നാഥ് സിംഗ് പറയുന്നത്. സർവകക്ഷി യോഗത്തിലൂടെയാണ് പ്രതിരോധ മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. പാകിസ്ഥാൻ ആക്രമിച്ചാൽ മാത്രം ഒരു പ്രത്യാക്രമണമെന്ന നിലപാടിലാണ് ഇപ്പോഴുള്ളത്. പഞ്ചാബ് അമൃത്സറിലെ അതിർത്തി ഗ്രാമത്തിൽ മിസൈലിന്റെ ഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. പ്രദേശം സൈനിക വലയത്തിലാക്കിയിട്ടുണ്ട്. കൂടുതൽ കരസേനാംഗങ്ങളെയും ഈ മേഖലയിൽ വിന്യസിച്ചു കഴിഞ്ഞു. പഞ്ചാബിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും നുഴഞ്ഞുകയറാൻ ശ്രമിച്ച ഒരാളെ BSF വെടിവെച്ചു കൊല്ലുകയും ചെയ്തു. ഫിറോസ്പൂരിൽ രാജ്യാന്തര അതിർത്തിയിലാണ് ഈ സംഭവം ഉണ്ടായത്. മുന്നറിയിപ്പ് നൽകിയിട്ട് പോലും ഇന്ത്യൻ ഭാഗത്തേക്ക് കടന്നു കയറാനായി ശ്രമം നടത്തി. അതിനിടയിലാണ് സ്വയരക്ഷാർത്ഥം BSF വെടിയുതിർത്തത്. അതോടൊപ്പം ലാഹോറിലാകട്ടെ വീണ്ടും ഒരു സ്ഫോടനം നടന്നു എന്നുള്ള വാർത്തയാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. നേരത്തെ കറാച്ചിയിലും സ്ഫോടനം ഉണ്ടായെന്നായിരുന്നു പാകിസ്ഥാൻ പറഞ്ഞത്. ഇന്ത്യയുടെ ഡ്രോൺ വെടിവെച്ചിട്ടെന്നും പാകിസ്ഥാൻ അവകാശപ്പെടുന്നുണ്ട്. ലാഹോറിൽ അവന്റെ 3 സ്ഫോടനങ്ങൾ സംഭവിച്ചു. നിയന്ത്രണ രേഖയിലെ പാക് പ്രകോപനത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് ഒരു സൈനികനടക്കം 15ലധികം ആളുകളാണ്. അതിനുള്ള മറുപടി ഉറപ്പായും ഇന്ത്യ ചോദിക്കുമെന്ന് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാൻ വീണ്ടും സാഹസത്തിന് മുതിർന്നു കഴിഞ്ഞാൽ പ്രതിരോധിക്കാൻ വേണ്ടി അതിർത്തികളിൽ സായുധ സേന പൂർണ്ണ സജ്ജമാണ്. കഴിഞ്ഞ മാസം കശ്മീരിൽ പഹൽഗാമിലുണ്ടായ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്ന് ഇന്ത്യ വ്യക്തമായി തന്നെ പറയുന്നു. കൂടാതെ പാകിസ്ഥാനിലെ തീവ്രവാദി കേന്ദ്രങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇന്ത്യ ആക്രമിച്ചിരിക്കുന്നതെന്ന് അസന്നിഗ്ധമായി പറയുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ പ്രകോപനം അത് ശക്തമായി തന്നെ എതിർത്ത് നിന്ന് തോൽപ്പിക്കാൻ തന്നെയാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്.